നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും മൊബൈൽ ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം 25,000 രൂപയിൽ താഴെ ഏറ്റവും നല്ല സ്മാർട്ട് ഫോൺ ഏതാണ്. ഇന്ന് നമ്മൾ ചർച്ചയ്ക്കൊപ്പം ചില വിശിഷ്ടാതികൾ എത്തിയിട്ടുണ്ട്. നമ്മൾക്ക് അവരെ ആദ്യം പരിചയപ്പെടാം. പ്ലീസ് ഞാനാണ് മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ. എല്ലാവർക്കും സ്വാഗതം. തുടങ്ങാൻ വരട്ടെ, ഒന്ന് നിൽക്കണേ. അതേതോ ഒരു അമ്മാവൻ. OnePlus Note 3 സർ, വാട്ട് എ സർപ്രൈസ്. OnePlus Note 3 33,999 ലോഞ്ച് ചെയ്ത സ്മാർട്ട് ഫോൺ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ 19,999 മുതൽ 21,999 വരെയായിരുന്നു അതിൻ്റെ പ്രൈസിങ്. ഇന്നിച്ചിരി ഹൈ എൻഡ് സ്പെക് ആയിട്ട് മുട്ടാം. ഏത് എടാ ഒച്ചനെ, ശരിയാ, ഞാൻ സമ്മതിക്കണു. പണ്ട് 33 രൂപയ്ക്ക് ഞാൻ വർത്തായിരിക്കില്ല. പക്ഷെ ഇന്നേ എൻ്റെ വില 20 രൂപ ടു 22 രൂപയേ ഉള്ളൂ ഓഫറിൽ. പോയി തരത്തിനൊത്ത് കളിക്കടാ. സർ പ്ലീസ്, ഞാൻ ഈ ന്യൂസ് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. നിങ്ങൾ എൻ്റെ കൂടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത്. ഐ എം സോറി സർ. ഞാൻ വെയിറ്റ് ചെയ്തോളാം. പരിപാടി നടക്കട്ടെ. ശരി. ബ്രേക്ക്. ഓക്കെ അല്ലേ? ടേക്ക് പോലോ. ആദ്യമായി നമുക്ക് മോട്ടോ എഡ്ജ് 50 ഫ്യൂഷന് എന്താണ് പറയാനുള്ളത് കേൾക്കാം. സാർ, എനിക്ക് ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. എൻ്റെ ചേട്ടൻ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ വേണ്ടി പോയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ആൾ തിരിച്ചു വരുന്നതാണ്. അതെ, മോട്ടോ പറഞ്ഞാലും തികച്ചും ശരിയാണ്. മോട്ടോയുടെ ഏറ്റവും പുതിയ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ഫോൺ ഇപ്പോൾ ഇതാ മാർക്കറ്റിലേക്ക് വരാൻ തുടങ്ങുകയാണ്. ഇതിൻ്റെ ലോഞ്ച് ഫ്ലിപ്കാർട്ടിലൂടെ ആയിരിക്കും ചെയ്യുന്നത്. തീർന്നില്ല. അത് പറഞ്ഞപ്പോൾ ഓർത്ത് എൻ്റെ ഒരു അനിയൻ കൊച്ചനുണ്ട്, മോട്ടോ G85. എല്ലാവരും പറഞ്ഞു ഞാനും എൻ്റെ അനിയനും ഏകദേശം ഒരേപോലെയാണ്. എന്നാൽ അങ്ങനെയല്ല. ഞങ്ങളുടെ ഇഷ്ടപ്പെടാൻ പലതുണ്ട്. കാരണം ഞങ്ങളുടെ ഈ ബോഡി, എസ്പെഷ്യലി വീഗൻ ലെതർ, പിന്നെ ഞങ്ങളുടെ ഈ സ്പെക്സ്, ആൻഡ് വാല്യൂ ഫോർ മണി പ്രൈസിങ്. അമ്മാവ പതുക്കെ, ഇല്ലെങ്കിൽ നേരത്തെ കത്തിപ്പോയാൽ ഒന്നുകൂടെ കത്തിപ്പോവും. വല്ല കാര്യമുണ്ട്. കിട്ടിയോ? ഇല്ല, ചോദിച്ചു മേടിച്ചതാ. വേണ്ട കുട്ടി, അവിടെ ഇരിക്കും. ഇത് കേക്ക്, നീ ഞങ്ങളുടെ വ്യത്യാസം പറയട്ടെ. നിങ്ങൾ പുറത്തൊന്നും പോയി പറയരുത് കേട്ടോ. എനിക്കാണെങ്കിൽ വെള്ളം കണ്ട അപ്പച്ചാടം. ഞാൻ അപ്പം തന്നെ വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുവേ. ഞാനേ നമ്മുടെ ഓക്സ്ഫോർഡ് ഡസ്റ്റ് ആൻഡ് വാട്ടർ റിസർച്ച് യൂണിവേഴ്സിറ്റിന്നേ IP68 ഡിഗ്രി എടുത്തവനാ. ഓക്കെ, മറ്റവൻ ഏതാണ്ട് എന്താ വാട്ടർ റിപ്പല്ലൻ്റ് ഡിസൈനും അങ്ങനെ എന്തോ എന്ന് പഠിച്ചിട്ടുണ്ട് അവൻ. നമുക്കാണ് തെന്നിക്കളി. ഞാൻ വണ്ടി ഓടിക്കുമ്പോഴേ എനിക്ക് ഇച്ചിരി സ്പീഡ് കൂടുതലാണ്. 144 തന്നെ ഞാൻ പോവും. അവൻ 120 മേളിട്ട് കയറി പോവില്ല. എന്തോ ഗെയിമിംഗ് ആണെങ്കിലോ എൻ്റെ കയ്യിൽ നമ്മുടെ ചെറിയ 4 നാനോമീറ്റർ ചിപ്സെറ്റാന്നേ. സ്നാപ്ഡ്രാഗൺ 7S Gen 2. GPUവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ Adreno 17. അവൻ ഏതാ 6 നാനോമീറ്റർ 6S Gen 3യും പിന്നെ Adreno 690 അവൻ്റെ GPU. ദയവായി നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വരാം. അനിയൻ്റെ കാര്യവും വീട്ടുവിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ നമ്മുടെ ചർച്ചാ വിഷയം 25,000 രൂപയിൽ താഴെയുള്ള സ്മാർട്ട് ഫോൺസ് ആണ്. ദയവ് ചെയ്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുക. സോറി, ഞാൻ ഇച്ചിരി വീട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി. സോറി കേട്ടോ. എനിക്ക് അടുത്തതായി ചോദിക്കാനുള്ളത് മോട്ടോ സാറിനോടാണ്. OnePlus Note 3യുടെ ഈ ഒരു വിലക്കുറവ് താങ്കൾ എങ്ങനെ കാണുന്നു സാർ? അവന് ബുദ്ധിമുട്ടാണ് ഇവിടെ പറയാൻ. ഞാൻ പറഞ്ഞുതരാം. യെസ് പ്ലീസ് സർ. എൻ്റെ ഇപ്പോൾ വളഞ്ഞ സ്ക്രീനൊന്നുമല്ല, നല്ല ഫ്ലാറ്റ് ഡിസ്പ്ലേ. അത് കണ്ടോ? കർവ്ഡ് ഡിസ്പ്ലേഡാ. ഒരു കാര്യം പറയട്ടെ, ഈ ഫ്ലാറ്റ് ഡിസ്പ്ലേ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട്. പണ്ടില്ല നമ്മുടെ S23 Ultra കർവ്ഡായിട്ട് S24 Ultra വേണ്ടി ഫ്ലാറ്റ് ആക്കിയത്. അതാണേ ചിലർ പറയണത് അവർക്ക് ഫ്ലാറ്റ് ഡിസ്പ്ലേ യൂസ് ചെയ്യാൻ എളുപ്പമെന്ന്. അല്ലെങ്കിൽ മിസ്റ്റക്സസും കാര്യങ്ങളൊക്കെ വരുന്നേ. നമ്മളൊക്കെ ഓക്കെ. അതൊക്കെ കർവ് ഡിസ്പ്ലേയിൽ ഈ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് വീഡിയോ കാണാൻ അടിപൊളി. അതൊരു വേറൊരു ഫീല് തന്നെ. അയ്യവാ. വേറൊരു കാര്യം പറയട്ടെ, പിക്സൽസും BPIയും. അവൻ ഈ കഷ്ടിച്ച് ഫുൾ HD എന്ന് പറയാൻ പാകത്തൊരു പിക്സൽസ് ഉണ്ട്, ഒരു VPI ഉണ്ട്. എനിക്ക് നല്ലൊരു 1.5K അടുത്തുള്ളൊരു പിക്സൽസ് ഉണ്ട്. അത്യാവശ്യം നല്ല ഒരു PPI ഉണ്ട്. ഞാനേ CG5ൻ്റെ പ്രൊട്ടക്ഷനാണ്, കോഡിംഗ് കോറുള്ള 5ൻ്റെ പ്രൊട്ടക്ഷൻ. നീ ഏതാ വാലെന്തോ അല്ലേ? വാലോ? എന്ത് വാല്? ഡ്രാഗൺ ടെയിൽ പ്രൊട്ടക്ഷൻ. എടാ കൊച്ചനെ വെച്ച് ഞാൻ വിളക്കും നിന്നെ. ഞാനേ 7S Gen 2 Adreno 710. കൊച്ചനെ നിന്നേക്കാളും കുറേ ഓണം കൂടുതൽ ഉണ്ടാവാനായി ഞാൻ കേട്ടറാ. MediaTek Dimensity 9000. ഏത്? Mali G710 MC10 GPU. പെർഫോമൻസ് കുറച്ചുകൂടെ കാണും. പക്ഷേ സ്നാപ്ഡ്രാഗൺ കുറച്ചും കൂടെ വെൽ ഒപ്റ്റിമൈസ് ചെയ്തേക്കണേ. ശരി. അത് നമുക്ക് UFS സ്റ്റോറേജ് ഒന്ന് നോക്കിയാലോ. UFS 3.1.
അത് പിന്നെ UFS 2.2 നല്ലതായിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട് ഇതിനും. ട്രിപ്പിൾ ക്യാമറ, 50 MB മെയിൻ ക്യാമറ, 8 MB അൾട്രാവൈഡ്, 2 MB മാക്രോ, 50 MB മെയിൻ ക്യാമറ, 13 MB അൾട്രാവൈഡ്. ഇതിൻ്റെ ഒരു ബെസ്റ്റ് കാര്യം എന്നാ അറിയോ? നിനക്കും പറ്റില്ല അതൊന്നും. ഇതിനകത്തെ പോർട്രേറ്റ് ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം നിന്നെ. പോർട്രേറ്റ് മോഡിൽ 24 mm, 35 mm, 50 mm ഇതിനകത്തൊക്കെ ഇട്ട് ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല കിഡിലെ പോർട്രേറ്റ്സ് എടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? നമ്മൾ പണ്ടത്തെ ആൾക്കാരല്ലേ 16 MB സെൽഫി ക്യാമറ, 16 MB സെൽഫി ക്യാമറയോ, 32 MB സെൽഫി ക്യാമറ, 5000 mAh ബാറ്ററി, 80 വാട്ടിൻ്റെ അഡാപ്റ്റർ ബോക്സിൽ തന്നെയുണ്ട്. നമ്മൾ അത്ര മോശമൊന്നുമല്ല. 68 വാട്ട് 5000 mAh. സ്റ്റോക്ക് ആൻഡ്രോയിഡാ. അത് തന്നെ സ്മൂത്ത് എക്സ്പീരിയൻസ് ഉണ്ടോ? ഒരു ബ്ലോട്ട്വേഴ്സ് ഇല്ല. ഗൂഗിളിൻ്റെ പിക്സലാക്കി എക്സ്പീരിയൻസാണ്. പിന്നെ ഞങ്ങൾ മോട്ടോ എന്നുള്ള പേരിൽ കുറച്ച് ജെസ്റ്റർ ഫീച്ചേഴ്സും കുറച്ച് അല്ലാത്ത കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. കാര്യം ഞങ്ങൾ കളറും ഓക്സിനും ഫണ്ടച്ചും ഒക്കെ ഒന്നാ. പക്ഷേ ഉണ്ടല്ലോ ഞങ്ങളുടെ കസ്റ്റമൈസേഷൻ ഉണ്ടല്ലോ ഇച്ചിരി വേറെ ലെവലാണ്. നിന്നെ കൊണ്ട് അത്ര ഒന്നും കസ്റ്റമൈസേഷൻ പറ്റില്ല. ഒരു 1-2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്നതല്ല. ഞങ്ങളുടെ അത്രയും ഡെപ്തിൽ കസ്റ്റമൈസേഷൻ, ഡിസ്പ്ലേ മോഡ്സിൽ കസ്റ്റമൈസേഷൻ. ആയത്തിന് മൂത്താന്നൊന്നും ഞാൻ നോക്കില്ല. 8,128 അല്ലേ 20 രൂപയ്ക്ക് 22 രൂപയ്ക്കൊക്കെ കൊടുക്കണേ. ഇതേ 12,256 ആ വിലയ്ക്ക് കൊടുക്കണേ. അറിയോ? അതെ, ഇനി ഇവർ തീരുമാനിച്ചോളൂ ഏതാ ബെസ്റ്റ് എന്ന്. ഓക്കെ, നമ്മൾക്ക് സമയപരിമിതി കൊണ്ട് നമ്മുടെ ഈ ചർച്ചാ വിഷയം ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാർത്ത വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ 25,000 രൂപ ബെസ്റ്റ് സെല്ലിംഗ് സ്മാർട്ട് ഫോൺ ഫ്ലിപ്കാർട്ടിലൂടെ സെയിൽ നടക്കുന്ന മോട്ടോയുടെ എഡ്ജ് 50 ഫ്യൂഷൻ ആണ്. ബാക്കിയുള്ള ചർച്ചാ വിഷയം 10,000-ൽ താഴെയുള്ളത്, 20,000-ൽ താഴെയുള്ളത്, 50,000-ന് കിട്ടുന്ന 1,00,000 രൂപയിൽ ഉള്ളത് ഏറ്റവും നല്ല സ്മാർട്ട് ഫോൺ ഏതാണ്? തികച്ചും ന്യൂസ് അവറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ ന്യൂസ് അവർ വേണമെങ്കിൽ തീർച്ചയായും ഏത് സെഗ്മെന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് താഴെ കമന്റ് ചെയ്യുക. അടുത്ത തവണ കാണുന്നത് വരെ ഗുഡ് ബൈ.